മിക്സർ ചിപ്സൊക്കെ ചേർത്ത് ചോറിനൊന്നവർക്കൊക്കെ ഇതായാലും അടിപൊളിയായിരിക്കും. ഇപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ രീതിയിലൊരു ചമ്മന്തിയാണ്. അപ്പം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന കൊണ്ടാട്ടം പോലുള്ള ചെറിയ പപ്പടം ഉണ്ടല്ലോ, അത് വാങ്ങിച്ച് ഇതിപ്പം മൂന്ന് കളറായിട്ടുള്ളതാണ്. ഇതാകുമ്പോൾ ചെറിയ എരിവും കൂടി ഇതിനകത്തുണ്ട്. വെള്ള മാത്രമായിട്ടുള്ളതും കിട്ടും. ഇതെല്ലാം കൂടെ ഉള്ളതാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അതിന് ഞാൻ കുറച്ചാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ 1-2 ഈ കൊണ്ടാട്ടം മുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാം. അത് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ മുളകും വറുത്തെടുത്തിട്ടുണ്ട്. മുളക് 2 എടുത്തിട്ടുണ്ട്. അതും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ കൈ വെച്ച് പൊടിച്ചെടുക്കാം. മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇതങ്ങ് ഭസ്മം പോലെ പൊടിഞ്ഞു പോകും. പക്ഷേ ഇത് നമ്മൾ കൈ വെച്ച് ചെറു ചൂടോടെ ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉടച്ചെടുക്കാം. ഒന്നും കൂടെ ഒന്ന് ശരിയാക്കാനുണ്ട്. ഈ കൊണ്ടാട്ടം മുളക് നല്ല എരിവാണ്. അത് എരിവിനനുസരിച്ച് ചേർത്തോളുക. വേറെ ഒന്നും ചെയ്യണ്ട. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു പൊടി ചമ്മന്തി പോലെയാണ്. പക്ഷെ ഇത് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് പൊടിയണം. അത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു ടേസ്റ്റായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്.